മൊബൈൽ മോർച്ചറികളുടെ വാടകയായി സർക്കാർ അനുവദിച്ച 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം സൂക്ഷിച്ച മൊബൈൽ മോർച്ചറികളുടെ ഉടമകൾക്ക് സർക്കാർ അനുവദിച്ച പണമാണ് തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരിക്കുന്നത്. കോട്ടയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ പണം നഷ്ടപ്പെട്ട മൊബൈൽ മോർച്ചറികളുടെ ഉടമ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് ഈ സംഭവം? ജൂലൈ അവസാനമാണ് ഇതവിടെ ദുരന്തം ഉണ്ടാകുന്നത്. കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞു നമുക്ക് എത്ര മോർച്ചറി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് ഇവിടെ ഉള്ള വെച്ച് നമ്മളുള്ള ഓരോ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് 2-3 കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ എത്തിക്കുന്ന കാര്യത്തിൽ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ പല ആൾക്കാർക്കായിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം എല്ലാവരുടെയും ഞാൻ വിളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെയും ഒരു കളക്ടറേറ്റിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കളക്ടറേറ്റിൽ തന്നെ തീരുമാനിച്ച് ഒരു വണ്ടി എടുത്ത് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ എല്ലാം കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പോൾ ചിലവ് കുറവുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ പൈസ ഒന്നും പ്രതീക്ഷിച്ചല്ല, കൊടുത്തു വിട്ടേക്കാമെന്ന് ഓർത്ത് നമ്മൾ കൊടുത്തു വിട്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ ഒരു 5-6 പേര് കൂടിയാണ് ഇത് 15 മോർച്ചറി കൊടുത്തു വിടുന്നത്. 6 ഉടമകൾ 6 സർവീസുകാരാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഒരുമിച്ച് കൊടുത്തു വിട്ട് അപ്പം 5 പേരാണ് കൊടുത്ത് പോയത്. ആൾക്കാരെ ഒരുപാട് പേരെ അങ്ങോട്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് 5 പേരെ അവരെയും വിട്ടു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അത് കഴിഞ്ഞ് സുഖമായിട്ട് ഈ സാധനം 15-ാം തീയതി 16-ാം തീയതി ഞാൻ തിരിച്ച് വരികയും ചെയ്തു. 10-15 ദിവസത്തെ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം 1-2 മോർച്ചറി ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് ഒരുപാട് ഈ പോയ ആൾക്കാർക്ക് കൂലി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പൈസ ചിലവായപ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ ചോദിച്ചു, സർക്കാരിനോട് ചോദിച്ചു എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും, അത് തരാമെന്ന് പറഞ്ഞു. അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ 6 പേരോട് കൂടിയപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു അക്കൗണ്ട് നമ്പർ തരാൻ പറഞ്ഞു. ആ അക്കൗണ്ട് നമ്പർ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്ത് ഒരാൾ നീ എന്നാൽ ഇതുകൊണ്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരാളിനോട് ഇതുകൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. നമ്മൾ കൊണ്ട് കൊടുത്തു. അയാൾ അത് കൊണ്ട് കൊടുത്തെന്നുള്ള പ്രതീക്ഷ നമ്മൾ നിൽക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഫണ്ട് അവിടുന്ന് പാസ്സായെന്ന് നമ്മൾ ഈ അടുത്ത ദിവസമാണ് അറിയാം. നമ്മളിടയ്ക്ക് ചോദിച്ചു നമ്മളൊക്കെ പൈസ ഒന്നും കിട്ടില്ല, പണിക്കാർക്ക് ഒരുപാട് പൈസ നമുക്ക് ചിലവായത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ അതൊക്കെ അന്നേ കൊടുത്തു പോയതാണ്, അതിനൊരു ലിസ്റ്റ് എടുത്ത് തന്ന്. അപ്പോൾ ആരുടെ അക്കൗണ്ടിലാണ് പോയെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഈ നമ്പർ കൊടുത്ത ആൾ അയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മുഴുവൻ പൈസയും മാറ്റിക്കൊണ്ടു. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മോർച്ചറികൾ കൊണ്ടുപോയതിനകത്ത് ഒരാൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടെ കിട്ടേണ്ട പൈസ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മുഴുവൻ വാങ്ങി. നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അത് നമ്മൾ തിരിച്ച് ചോദിച്ചു. നമ്മൾ അതിനു മുമ്പ് നമ്മൾ കൂട്ടം കൂടി നീ നമ്പർ കൊടുത്തതല്ലേ, നമുക്കത് ചോദിക്കേണ്ടത് അവനോട് ചോദിക്കുമ്പോൾ നീ ആരുടെ നമ്പർ കൊടുത്ത് നമുക്ക് ചോദിക്കാൻ പറയുന്നത് ഇല്ല. ഞാൻ ചോദിച്ചു, സർക്കാരിന് ഇപ്പോൾ ഫണ്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കുറച്ച് കളക്ടർ എന്തോ കാരണം കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്ന് കളക്ടറിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് അന്നേ കൊടുത്തു പോയതാണ്. അത് തിരക്കിയപ്പോഴാണ് ഇയാളുടെ സ്വന്തം അക്കൗണ്ട് നമ്മുടെ നമ്പറിൽ നിന്ന് കൊടുക്കാതെ ഇയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് അത് ബാക്കിയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട പണം കൂടി അദ്ദേഹം കൈപ്പറ്റി. പക്ഷേ കളക്ടറേറ്റുള്ളവർക്ക് അറിയാമായിരുന്നു ഇത് പല ആൾക്കാരുടെ പൈസയാണെന്നുള്ളത് അവർക്കും അറിയാമായിരുന്നു. അവരാണല്ലോ ഇതെല്ലാം അവിടെ കൂടി ചെയ്ത് കിട്ടുന്നത്. പക്ഷെ അവർ നമ്മളോടൊന്നും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. എത്ര ലക്ഷം രൂപയുണ്ടാകെ? മൊത്തം 9,82,500 രൂപയാണ് അവിടുന്ന് അദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താണ്? നമുക്ക് പൈസ കിട്ടണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. ഈ വ്യക്തിയോട്, ഈ പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ പിന്നീട്? ഇല്ല, അയാളിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫോൺ നമ്മളെ എല്ലാം ബിസി ആക്കിയിട്ട്, ഞങ്ങൾ ആര് വിളിച്ചാലും അയാൾ ബിസി ആക്കിയിട്ട്, അയാൾ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അയാൾ സ്റ്റാഫിനെ വിളിക്കുമ്പോൾ സാർ ഇവിടെ ഇല്ല, നാളെ വരുമ്പോൾ പറയാം. ഞാൻ പറയുന്നത് ഞങ്ങളിന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറല്ല. അയാൾ നമ്മളെ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അന്നേരമാണ് നമ്മൾ കളക്ടറേറ്റിൽ പോയത്. അന്നേരമാണ് സംശയം തോന്നിയത്. ഒഴിഞ്ഞൊഴിഞ്ഞ് പോയപ്പോഴാണ് കളക്ടറേറ്റിൽ പോയി നമ്മൾ ചോദിച്ചാൽ അന്നേരമാണ് ഈ സംഭവം നമുക്ക് മനസ്സിലായത്. പൈസ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ നമ്മളെ ഒഴിയുന്നതെന്ന് മനസ്സിലായത്. ഇപ്പം നമ്മൾ വിളിച്ചിട്ട് നമ്മളെ ഫോൺ എടുക്കാതെ നമ്മുടെ ഫോൺ ബിസി ആക്കിയിട്ടിരിക്കുകയാണ്. അത് നമ്മളെ കിട്ടാറില്ല. അങ്ങനെയാണ് നമ്മൾ പരാതിക്ക് കളക്ടർക്കും SP-ക്കും ഒക്കെ പരാതി കൊടുത്തത്. ഞങ്ങളിത് വയനാട്ടിൽ പോയത് പൈസ ആഗ്രഹിച്ചൊന്നുമല്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പൈസ ഇങ്ങനെ ഫണ്ടുണ്ടെന്ന് അറിയുന്നത്. സർക്കാർ ഫണ്ടുണ്ട്, കളക്ടറേറ്റിലോട്ടാണോ ഫണ്ട് വരുന്നതെന്നൊക്കെ പിന്നെ അറിയാൻ പറ്റി. ഞങ്ങളെ കോണ്ടാക്റ്റുകളിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ പൈസ കിട്ടിയില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞാണ് പിന്നെ ഫണ്ട് അയാളുടെ അക്കൗണ്ടിൽ വന്നെന്നുള്ളതും ഫണ്ട് പുള്ളി അത് അതെടുത്ത് പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് പുള്ളി അടുത്ത് ചിലവാക്കുമായിരുന്നു. നമുക്കുള്ള ആർക്കും ആ പൈസയായിട്ട് ഒരു ഇതും പറഞ്ഞിട്ടില്ല. പൈസ തരാമെന്നോ ഒന്നും പറയാതെ പുള്ളി പുള്ളി തന്നെ ഒറ്റയ്ക്കത് എന്നെ പറയുന്നത് അതിനെ വിഴുകുക എന്നുള്ളതായിരിക്കും പറയുന്നത്. ഒരു രൂപ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ വിളിക്കുമ്പം ഫോൺ ബിസിയാക്കി വിടുന്നു, അല്ലെ ഫോൺ ഞങ്ങളുടെ കോള് കിട്ടാത്ത രീതിയാക്കി വെക്കുന്നു. ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഞങ്ങൾക്കത് കിട്ടും. അയാലും ഞങ്ങളിത് അത്ര മെനക്കെട്ട് പോയാണ്. ഞാനും വയനാട്ടിൽ പോയതാണ്. വയനാട്ടിൽ പോയി ഞാനും നിന്നതാണ്. എനിക്ക് അവിടുത്തെ കഷ്ടപ്പാടും ദുരിതമെല്ലാം ഞാനും അനുഭവിച്ചതാണ്. അപ്പോൾ അത്രയും ഇതുകൊണ്ടാണ് നമ്മൾ പൈസ ആഗ്രഹിച്ചു പോയതല്ല. പക്ഷേ ഇങ്ങനെ പുള്ളിക്ക് ഫണ്ട് കിട്ടിയപ്പം നമുക്കത്
കിട്ടണമെന്നുള്ളൊരു പറ്റൂ. തന്നെ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കേസ് രീതി മുന്നോട്ട് പോയത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടണം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഇതുമില്ല. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ച മോർച്ചറികളുടെ ഉടമകൾക്ക് സർക്കാർ അനുവദിച്ച പണമാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ തട്ടിയെടുത്തു എന്ന ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ആകെ 15 മോർച്ചറികളുടെ വാടകയായി 9,82,000 രൂപയാണ് സർക്കാർ അനുവദിച്ച് നൽകിയത്. ആ പണം ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മോർച്ചറി ഉടമ മുഴുവനായി തൻ്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയെന്നും ഇവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. ഈ സംഭവത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.